ഹലോ, വെൽക്കം ടു മൈ ചാനൽ അൻഷിത. നമ്മുടെ കുടുംബശ്രീയിൽ 3 തരം രജിസ്റ്ററാണ് അല്ലേ വരുന്നത്. അയൽക്കൂട്ട രജിസ്റ്ററിൽ ഒന്നാമത്തേത് സാമ്പത്തിക രജിസ്റ്ററും, രണ്ടാമത്തേത് വായ്പാ രജിസ്റ്ററും, മൂന്നാമത്തേത് സമാഹൃത രജിസ്റ്ററും. അതിൽ സാമ്പത്തിക രജിസ്റ്റർ എങ്ങനെയൊന്ന് എഴുതി നോക്കാം നമുക്ക് അല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നാം എഴുതേണ്ടത് ഏതാണോ മാസം ആ മാസമാണ്. പിന്നെ ക്രമ നമ്പർ, അംഗത്വ നമ്പർ, പിന്നെ അംഗത്തിന്റെ പേര്, ഇങ്ങനെ നമ്മൾ എഴുതണം. എഴുതിയതിനു ശേഷം മാസാരംഭത്തിലെ നീക്കിയെടുപ്പ്, അതായത് ഇത് സെപ്റ്റംബർ മാസമാണല്ലോ, അപ്പൊ ഇതിന് തൊട്ട് മുന്നുള്ള മാസം ഏതാ? ഓഗസ്റ്റ് മാസത്തിലെ ലാസ്റ്റ് വാരത്തിൽ എത്രയാണോ അതായിരിക്കും ഇവിടെ ഓരോ വ്യക്തിയുടേതും വരിക. അങ്ങനെ അത് എല്ലാവരുടേതും എഴുതിയതിനു ശേഷം പിന്നെ പ്രതിവാര സമ്പാദ്യം എല്ലാ ആഴ്ചയിലും ഉള്ളത് ഇങ്ങനെ എഴുതുക. ചില മാസങ്ങളിൽ 4 ആഴ്ച ആയിരിക്കും, ചില മാസങ്ങളിൽ 5 ആഴ്ച ആയിരിക്കും. ശേഷം തന്മാസ സമ്പാദ്യം, ഇവയെല്ലാം കൂട്ടിയതായിരിക്കും തന്മാസത്തെ സമ്പാദ്യം. പിന്നുള്ളത് ആകെ സമ്പാദ്യം. ആകെ സമ്പാദ്യം എന്ന് പറയുന്നത് മാസാരംഭത്തിലെ നീക്കിയിരുപ്പും ഈ തന്മാസത്തെ സമ്പാദ്യവും ചേർത്തുള്ളതാണ് ആകെ സമ്പാദ്യം എന്ന് പറയുന്നത്. ശേഷം പ്രതിവാര പിൻവലിച്ച തുക, ആ മാസത്തിൽ ആരെങ്കിലും പൈസ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അതും ആ തീയതിയും, പിന്നെ ആ പിൻവലിച്ചതിന് ശേഷമുള്ള മാസാന്ത്യത്തിലെ നീക്കിയിരിപ്പാണ് ഇതിൽ എഴുതേണ്ടത്. അതായത് മാസാരംഭത്തിലെ നീക്കിയിരിപ്പ് കുറക്കണം പിൻവലിച്ച തുക, അതായിരിക്കും മാസാന്ത്യ നീക്കിയിരിപ്പ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.